ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CI വലിയ ആൾ കളിച്ച് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് നന്ദുവിനോട് ചോദിക്കുകയാണ്, കോടതിയിൽ മൊഴി കൊടുക്കുമ്പോൾ പ്രതികൾക്ക് അനുകൂലമായിട്ടാണല്ലേ മൊഴി കൊടുക്കുന്നതെന്ന്. അപ്പോൾ അവർ പ്രതികളല്ല എന്ന് മനസ്സിലായല്ലോ, പിന്നെ അത് കോടതി കണ്ടെത്തുകയും ചെയ്തല്ലോ, പിന്നെ അവരെനിക്ക് വരും പ്രതിയല്ല എൻ്റെ ചേച്ചിയാണെന്ന് നന്ദു പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വന്നല്ലേ ഉള്ളൂ, നീ എൻ്റെ ജൂനിയർ ഓഫീസർ ആണെങ്കിൽ ഇനി ഒരുപാട് നിനക്ക് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് CI നന്ദുവിനോട് പറയാം. അപ്പോൾ ആയിക്കോട്ടെ സാറിന് നന്ദുവും പറഞ്ഞു. അയാൾ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയും ആദർശം കൂടെ നവീന് നന്ദിയൊക്കെ പറഞ്ഞ് നിൽക്കുക. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ യാത്ര പറഞ്ഞ് അവരങ്ങ് പോയി. നവീൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. നന്ദുവിൻ്റെ മുന്നിൽ ഒന്നും കൂടി സ്റ്റാർ ആവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ CI ഓഫീസിൽ ചെന്നിരിക്കുക. മൊത്തം കയ്യിൽ നിന്ന് പോയതിൻ്റെ ഒരു ദേഷ്യമാണ് അയാൾക്ക്. അപ്പോൾ അതേ നമ്മുടെ CI സാറിൻ്റെ അടുത്തേക്ക് കയറി വരുന്നു അവിടുത്തെ മറ്റേ സാറ്. അപ്പോൾ അതേ കയറി വന്നു കഴിഞ്ഞപ്പോൾ, സർ എന്താടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണല്ലോടോ, ആ നേരത്തെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ വരേണ്ട കാര്യമുണ്ടെങ്കിൽ വന്നല്ലേ പറ്റുള്ളൂ എന്ന് CI സാറിനോട് ASI സാർ ചോദിക്കുക. സാറേ, സാറിനൊരു ലെറ്റർ ഉണ്ടായിരുന്നു, അത് തരാനാണ് വന്നതെന്ന് പറഞ്ഞു. ലെറ്ററോ? എനിക്കോ? എന്നും പറഞ്ഞ് ഇയാൾ വാങ്ങിച്ചിട്ട് ആ ലെറ്റർ അയാൾ വാങ്ങിച്ച് നോക്കുക. നമ്മുടെ മുത്തശ്ശൻ അവിടെ പണി തുടങ്ങിയതിൻ്റെ എന്തോ ഒരു ലക്ഷണമാണ്. ഇയാളിത് വായിച്ച് തീർന്നില്ല. അപ്പോൾ DYSP സാറ് വിളിച്ചായിരുന്നു ASI പറഞ്ഞു. ഇത്തവണ ട്രാൻസ്ഫർ അല്ല, സസ്പെൻഷനാ. അല്ല സാറേ എന്ന് ചോദിക്കുമ്പം എന്ത് ചെയ്തിട്ടാണോ എന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് ഇയാൾ ചോദിച്ചു. അതൊക്കെ DYSP സാറിനോട് വിളിച്ച് ചോദിക്കുന്നതല്ലേ സാറേ നല്ലതെന്ന് ചോദിച്ചു. എന്നും പറഞ്ഞൂടെ ASIയോട് ഈ CI നിന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാറിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചതെന്നും, പിന്നെ പ്രഗ്നൻ്റ് ആയ ഒരു പെൺകുട്ടിയെ കാരണമില്ലാതെ അറസ്റ്റ് ചെയ്തതും ഒക്കെ ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണെന്നും, പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നും പറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞടോ കാരണമില്ലെന്ന്? അവളെ സഞ്ചരിച്ച കാറിൽ നിന്നല്ലേ കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്തതെന്ന് ASIയോട് CI ചോദിക്കുക. അവളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അവളെ വെറുതെ വിട്ടതെന്ന് ASI ചോദിച്ചേ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു അന്വേഷണമൊക്കെ ഉണ്ടാകും സാറേ. എന്നിട്ട് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ സാറിനൊരാശ്വാസത്തിന് വക ഉണ്ടാവത്തുള്ളൂ എന്ന് ASI പറഞ്ഞു. അപ്പോൾ ശരി സാർ എന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയിട്ടോ. എന്തായാലും അവൻ്റെ തൊപ്പി തെറിപ്പിച്ച് കളഞ്ഞു നമ്മുടെ മുത്തശ്ശൻ. ഈ പേപ്പറും കൈ പിടിച്ച് ഇയാൾ ഇങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയുടെ കൂട്ടുകാരിയും കൂടെ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫോൺ എടുത്ത് നവീനെ വിളിച്ചു. അപ്പോൾ ഹലോ, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി, ഇത് ഇന്നലെ എന്നെ വിളിച്ച പെൺകുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ തന്ന മെസ്സേജ് അനുസരിച്ചാണല്ലോ നിങ്ങൾ ആ കള്ളക്കടത്ത് സ്വർണം വന്ന വഴി കണ്ടെത്തിയതെന്ന് ചോദിക്കുമ്പോഴേക്കും നവീൻ ഇങ്ങനെ നോക്കും കേട്ടോ. നയന സഞ്ചരിച്ചിരുന്ന കാറിൽ എവിടെ വെച്ചാണ് സ്വർണം വന്നതെന്ന് ഞാൻ കൃത്യസമയത്ത് വിവരം തന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് നവീൻ പറഞ്ഞതനുസരിച്ച് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. SI നന്ദുവിനോട് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ ഞാനും നന്ദുവും കൂടി പോയി അന്വേഷിച്ച് കണ്ടെത്തിയെന്നുള്ളതാണ് കോടതിയിൽ പോലും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം സത്യം ആരോടും പറയണ്ടെന്ന പെൺകുട്ടി പറയുക. അതിൻ്റെ ക്രെഡിറ്റ് വക്കീലും SIയും കൂടെ ഒന്നിച്ചെടുത്തോളാനും പറഞ്ഞു. അപ്പോൾ നവി ഇതൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കുക കേട്ടോ. എനിക്ക് ക്രെഡിറ്റ് ഒന്നും അല്ല ആവശ്യം, നയനേച്ചിയെ കോടതി നിരുപാധികം വിട്ടയക്കണമായിരുന്നു, അത് നടന്നല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞൂടെ, പേരെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ അറിയണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇതുപോലുള്ള ഘട്ടങ്ങളിൽ ഇനിയും എൻ്റെ സഹായം വക്കീലിന് കിട്ടിയിരിക്കുമെന്നും ആ പുള്ളിക്കാരി പറയാം. വക്കീലിന് മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്നവർക്കൊക്കെ ഓക്കെ വക്കീലെന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. നവ്യ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഡൺ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ കൂട്ടുകാരിയുടെ അടുത്തിരിക്കുന്നു. ആ സമയത്ത് നവ്യനെ ആലോചിക്കുവാണേ, ഇത് സംഭവം എന്ന്. പിന്നെ നവ്യ ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിൽ അവിടെ അങ്ങനെ കൂട്ടുകാരിയുടെ കൂടെ അങ്ങനെ ഇരിക്കുന്നു. നവ്യ എന്തുകൊണ്ട് ഇവരെ സഹായിക്കാൻ തയ്യാറായി എന്നുള്ളതൊന്നും പറഞ്ഞതുമില്ല. ഇത് കഴിഞ്ഞ് പിന്നെ സ്റ്റേഷനിലേക്ക് നമ്മുടെ നന്ദുവും പോലീസുകാരും കൂടെ വന്നപ്പോഴത്തേക്കും അവിടുത്തെ ഒരു പോലീസുകാരൻ അറിഞ്ഞോ മേഡം കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താടോ പോയി ആശാൻ്റെ ജോലി പോയെന്ന് പറഞ്ഞു. ആരുടെ ജോലി പോയെന്ന്? നമ്മുടെ CI സാറിൻ്റെ ജോലി പോയെന്ന്. ഇത്തവണ ട്രാൻസ്ഫർ അല്ല കേട്ടോ, സസ്പെൻഷൻ ആണെന്ന് പറയുമ്പോൾ നന്ദുവിന് സന്തോഷം. ഇത്ര പെട്ടെന്നോ? അതെ മേഡം. എന്ന് വെച്ചാൽ അനന്തപുരിയിലെ മരുമകളെയല്ലേ അയാൾ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയത്, പിന്നെ അങ്ങേരെ അവർ വെച്ച് പൊറുപ്പിക്കുമെന്ന് ചോദിക്കുമ്പം നന്നായി, അയാളെപ്പോലുള്ളവരൊക്കെ പുറത്തിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് നമ്മുടെ നന്ദു പറയാം. പിന്നെ ഈ സസ്പെൻഷനിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ മൊത്തം ശമ്പളം കൊടുത്ത് തിരിച്ചെടുക്കുമല്ലോ.
അയാളെപ്പോലെയുള്ളവരെയൊക്കെ സ്ഥിരമായി വീട്ടിലിരുത്തുകയാണ് വേണ്ടത്. എന്തൊരു പ്രകടനമായിരുന്നു ഇന്നലെയൊക്കെ. ഇന്ന് കോടതിയിലും നനഞ്ഞ കോഴിയെപ്പോലെയാണ് നിന്നത്. ഞാൻ നവീൻ വക്കീലിൻ്റെ ഓരോരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ അയാൾ നിന്ന് പതറുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആർക്ക് വേണ്ടിയാണ് കാശ് വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതൊന്നും അറിയില്ല. എന്തായാലും അത് മൂർത്തീസ് ജ്വല്ലറിയുടെ എതിരാളികൾ തന്നെയാണെന്ന് ഉറപ്പാണെന്ന് നന്ദു ഇനി പോലീസുകാരനോട് പറഞ്ഞു. ഞാനെന്തായാലും ആ മഹാനെ ഒന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞു നമ്മുടെ നന്ദു വന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലും. അപ്പോൾ CI ഇങ്ങനെ ഇരിക്കുവാണ്. ചെന്നു ഒരു സല്യൂട്ടും കൊടുത്തു. അയാളാണെങ്കിൽ ചമ്മി നാറ ഇങ്ങനെ ഇരിക്കുകയല്ലേ. എന്താ സാറേ മുഖത്തൊരു വിളർച്ച എന്ന് നന്ദു ചോദിക്കുമ്പോഴും ഇയാളൊന്നും മിണ്ടുന്നില്ലേ. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ആ കോൺസ്റ്റബിൾ പറഞ്ഞു സാറിന് സസ്പെൻഷൻ ആണെന്നോ സാറിൻ്റെ ജോലി പോയെന്നൊക്കെ. അപ്പോൾ സന്തോഷമായി നിനക്കല്ലേ? അപ്പോൾ അയ്യോ അതിന് ഞാനെന്തിനാ സാറേ സന്തോഷിക്കുന്നത്? അപ്പം നിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളുണ്ടല്ലോ അയാളായിരിക്കും പണി പറ്റിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ദേഷ്യപ്പെടുമ്പം അത് പറ്റുന്നു എനിക്കറിയത്തില്ല സാറേ. സാറിൻ്റെ കയ്യിലിരിപ്പും അത്ര നല്ലതൊന്നും അല്ലല്ലോ. അപ്പം എന്താടി എൻ്റെ കയ്യിലിരിപ്പിന് കുഴപ്പമെന്ന് ചോദിച്ചപ്പം സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് നന്ദു പറഞ്ഞു. സസ്പെൻഷനിലായ ഒരു പോലീസ് ഓഫീസറാണ് നിങ്ങൾ. എന്താടിയെന്നോ? എനിക്കൊരു പേരുണ്ട്, അത് വിളിക്കാമെന്ന് നന്ദു ഇയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അല്ലാതെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കരുതെന്നും പറഞ്ഞു. സസ്പെൻഷൻ എനിക്ക് പുത്തിരിയൊന്നും അല്ലടി എന്ന് പറയുമ്പോൾ നന്ദുവിന് കലി വരാൻ തുടങ്ങി. കറങ്ങിത്തിരിഞ്ഞ് എന്നെങ്കിലും ഒരു ദിവസം നീ എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന് പറഞ്ഞപ്പം അന്ന് ചിലപ്പം ഞാനും CI ആയിട്ടായിരിക്കും വരുന്നതെന്ന് നമ്മുടെ നന്ദു പറയാം. ഇതിനു മുൻപും ഇതിവിടെ ഇരുന്ന CI സാറ് ഒരുപാട് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാണ് പോയതെന്ന് നന്ദു ഇയാളോട് പറയാം. സാറേ മാനം മര്യാദയായിട്ട് ജോലി ചെയ്ത് പോകുന്നവർക്ക് ഈ നാട് കുഴപ്പമില്ല. അല്ലെങ്കിലേ ജോലി പോകുന്നത് മാത്രമല്ല ചിലപ്പോഴേ ശരീരമൊക്കെ അങ്ങ് കേടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു നന്ദു. നിർത്തടി നീ എന്നെ വിരട്ടുകയാണെന്ന് ചോദിച്ചോ. CI വലിയ ആൾ കളിക്കുമ്പം ഞാനങ്ങനെ കാര്യമില്ലാതെ ആരോടും ഒന്നും പറയാറില്ല എന്ന് പറഞ്ഞു നന്ദു. വയറ്റിലൊരു കുഞ്ഞുമായിട്ടാണ് എൻ്റെ ചേച്ചി ലോക്കപ്പിന് മുന്നിൽ നിന്നത്. അങ്ങനെയുള്ള എൻ്റെ ചേച്ചിയാ പോലീസ് മുറയിൽ ചോദ്യം ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞതെന്ന് നന്ദു ഇയാളോട് പറയണം. പോലീസുകാർക്കിടയിലും വേണ്ടേ പരസ്പര ബഹുമാനമൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. ഞാനേ മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരു പോലീസ് ഓഫീസറാണെന്നും പക്ഷേ എൻ്റെ ചേച്ചി നിരപരാധിയാണെന്ന് എനിക്കറിയാമെന്നും നന്ദു CIയോട് പറയണു. അങ്ങനെയുള്ള ചേച്ചിയെ ഒരു സാധാരണ പ്രതിയെ പോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യാത്ത കുറ്റത്തിന് നോവിക്കുമ്പോഴേ അതിനേക്കാളും വേദനിക്കും എന്നെപ്പോലെ ഒരു പോലീസ് ഓഫീസർക്കെന്നൊക്കെ നന്ദു ഇയാളോട് പറഞ്ഞു. കാക്കിയിട്ട് പോയതുകൊണ്ടാ, അല്ലെങ്കിൽ സാറിൻ്റെ കേട്ട ചൂടറിഞ്ഞിട്ട് ഇവിടുന്ന് പോകത്തുണ്ടായിരുന്നുള്ളൂ എന്നും നമ്മുടെ നന്ദു ഇയാളോട് പറയുകയും ചെയ്തു. എന്തായാലും സാറിന് സസ്പെൻഷൻ അല്ലേ, അവസാനമായിട്ട് ഇരിക്കട്ടെ ഒരു സല്യൂട്ടെന്നും പറഞ്ഞ് മറ്റേ മുഖത്ത് നോക്കിയിട്ട് സല്യൂട്ടും കൊടുത്ത് നമ്മുടെ നന്ദു അവിടെ നിന്ന് പോയി. വലിയ ഷോ കാണിച്ച് എഴുന്നേറ്റത് വെറുതെ ആയിപ്പോയല്ലോ എന്ന് ഓർത്ത് അയാൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മുത്തശ്ശനായിട്ടാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ അവിടെ ഇരുന്ന് എന്തോ ഒരു പുസ്തകം വായിക്കുക. അപ്പോഴത്തേക്കും എന്തേ കരഞ്ഞുകൊണ്ടിരുന്ന മുത്തശ്ശി ഇപ്പം ചിരിച്ചുകൊണ്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വരുന്നു. അതെ അറിഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഉയർന്ന പോലീസുകാരുമായി ബന്ധമുണ്ടായിട്ടും ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ തൻ്റെ പരാതി. കോടതിയിൽ നയനമോൾ ജയിക്കുമെന്ന് ഞാൻ തീർച്ചപ്പെടുത്തിയതാണെന്ന കാര്യം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു. അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്നും തിരിച്ചു പോരുന്ന ആ CI പിന്നെ നന്ദു ഇരിക്കുന്ന സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ മുൻപ് തന്നെ തീരുമാനം എടുത്തിരുന്നതാണെന്നും പറഞ്ഞു. അവൻ സസ്പെൻഷനിലാണെന്ന് പറഞ്ഞു. അന്നേരം സത്യം പറഞ്ഞാൽ അവനെയൊക്കെ ജയിലിടേണ്ടതെന്ന് മുത്തശ്ശനോട് പറയാം. അവൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ കാണേണ്ടവരവനെ കണ്ടോളൂ എന്ന് മുത്തശ്ശൻ പറയണം. കിട്ടേണ്ടത് അവന് കിട്ടുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവൻ മുത്തശ്ശൻ കളിക്കളത്തിൽ ഇറങ്ങി. ഇനി അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് രണ്ടാമത് അവനൊന്നുകൂടി ആലോചിക്കും. എന്നാലും ഒരു ദിവസം നമ്മുടെ കുഞ്ഞിനെ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി സങ്കടപ്പെടുമ്പോൾ അത് നമ്മളെപ്പോലെ തന്നെ വേദന ഉണ്ടാവും. ആദർശൻ അവനിന് കൂടുതൽ ദൂരം സഞ്ചരിക്കും. താൻ നോക്കിക്കോ, അവൻ അധികം നാളിനി തറവാടിന് പുറത്ത് നിൽക്കില്ല. അപ്പം അതിനിടയ്ക്ക് ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇനിയും ഉണ്ടാകില്ലെന്ന് ആർക്കറിയാമെന്ന് മുത്തശ്ശി പറയുമ്പം സ്വർണം കടത്തിയ ആ ഒരു ഡ്രൈവറെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവർ നേരത്തെ കൊന്നു കളഞ്ഞു. അതെല്ലാം ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നവർക്കേ വലിയ തലവേദന ഉണ്ടാക്കും വസുന്ധരെ എന്ന് മുത്തശ്ശിയോട് ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ കേസ് വരുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചായിരിക്കും വരാൻ പോകുന്നതെന്നും ഇപ്പം നമ്മുടെ നയനമോളുടെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയവർക്കേ അതിൻ്റെയൊക്കെ പേരിൽ കിട്ടാൻ പോകുന്ന ശിക്ഷയുണ്ടല്ലോ അതൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കുമെന്നും പറഞ്ഞു. ഇദ്ദേഹം ആദർശമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു സത്യസന്ധതയൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ പറയുന്നവർ അങ്ങനെയൊന്നും അല്ല. അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പേടി പോലെയാണ് ഉള്ളിലെന്ന കാര്യവും മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ താൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദർശിന് ഒരാപത്തും വരില്ല, നയനമോൾക്കും വരില്ല. ഇനി കുറച്ചുകൂടിയൊക്കെ അവരുടെ പിന്നാലെ ആൾക്കാർ സഞ്ചരിക്കും. നമ്മുടെ ആൾക്കാർ എന്ന് പറയുമ്പം അത് വേണം. ഇപ്പം തന്നെ നയനമോൾ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടുത്തെ അവസ്ഥ
കണ്ടതല്ലേ, അവർ രണ്ടാളുമാണ് ഈ വീടിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത്. അതാലോചിച്ച് വേണം ഇദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് പറയുന്നേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അബിയും ജലജയും കൂടി ഇങ്ങനെ നിന്ന് അയ്യോ കഥയൊക്കെ അറിഞ്ഞു വന്ന് നിൽക്കുക. എന്ത് പറ്റി അമ്മയെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറ്റിയതാണെന്നൊന്നും അറിയത്തില്ല. നീ ജയിലിൽ കിടന്നതിന് പകരമായിട്ട് അവളും കുറച്ച് ദിവസം ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആ സന്തോഷമാണ് ഒഴിഞ്ഞു മാറിപ്പോയതെന്ന് പറയുമ്പം അതൊരു കഷ്ടമായി പോയല്ലോ അമ്മയെന്ന് അബി. ഞാനും വലിയ പ്രതീക്ഷയിലായിരുന്നു. അവൻ്റെ തല അങ്ങ് അറുത്തു മാറ്റുമല്ലോ പോലും ഞാൻ ആലോചിക്കാം. നവീനിൻ്റെ അവൻ കാരണമാണ് ഇപ്പം 2 തവണ എല്ലാവരും രക്ഷപ്പെട്ടതെന്ന് പറയുമ്പം അതുകൊണ്ടാണ് അവൻ അവന്തികയുടെ ജീവിതത്തിലേക്ക് വന്നാൽ നന്നായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതെന്ന് അബി പറയുമ്പം അതൊന്നും നടന്നില്ലല്ലോ. അതിനുശേഷം എനിക്ക് അവനോട് നല്ല ദേഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു ജലജ. അവൾ ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നത് മാത്രം മിച്ചമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ കിടന്നത് കൊണ്ട് അവൾക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോടാ. നന്ദു അവിടുത്തെ SI ആയതുകൊണ്ടേ അവളുടെ ദേഹത്ത് ആരും ഒരു പൂഴിമണ്ണ് പോലും ഇട്ട് കാണത്തുമില്ല എന്നും പറഞ്ഞു. അപ്പം എന്നാലും ആരായിരിക്കും അവരുടെ കാരണത്ത് സ്വർണം വെച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എടാ അതിൽ നിന്നെ എല്ലാവർക്കും സംശയമുണ്ട്. ഇനി അതിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോടാന്ന് ജലജ ചോദിച്ചപ്പം എൻ്റെ അമ്മയാണ് സത്യം, എനിക്കതിലൊരു പങ്കുമില്ല എന്ന് അബി. എടാ നീ നിന്റെ ഭാര്യയെ പിടിച്ച് സത്യം ചെയ്തോളണം കേട്ടല്ലോ. എന്നെ തൊട്ട് സത്യം ചെയ്യാൻ നിന്നേക്കരുതെന്ന് ജലജ മോനോട് പറയാം. കാരണമേ നീ ചെയ്യുന്നതെല്ലാം കള്ളസത്യമാടാ, അതുകൊണ്ടാടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമ്മയോട് പറയത്തില്ലേ? ഇവിടെ ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലമ്മേ, സത്യമാ. പക്ഷേ ആരോ ഈ തറവാട്ടിലുള്ളവരെ എല്ലാം തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു അബി പറയുമ്പം എടാ നമ്മൾ വേദനിപ്പിച്ചാലേ മനസ്സറിയത് അവർക്കും ഏതെങ്കിലുമൊക്കെ ശത്രുക്കൾ കൊടുക്കും. അതങ്ങനെയല്ലേ വരത്തുള്ളൂ എന്നും പറഞ്ഞു. ഏതായാലും അവളെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നല്ല വിശപ്പായിരുന്നു. അതിപ്പോൾ എന്തായാലും ഇല്ലാണ്ടായിട്ടുണ്ടെന്നും ജലജ പറയുവാണ്. പിന്നെ കോടതി വിധി എതിരായിട്ട് അവളെ റിമാൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എത്ര ഭക്ഷണം കഴിച്ചാലും വിശപ്പൊന്നും മാറത്തില്ലായിരുന്നു എന്നും ഇനിയിപ്പോൾ ഒന്നും അങ്ങ് ഇറങ്ങത്തില്ല. അതുപോലെ വിഷമമായി വാർത്ത കേട്ടപ്പോഴെന്നൊക്കെ ജലജ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോണു. അഭിമോൻ ആകെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ ആദർശം നയനയും താമസിക്കുന്ന വീട്ടിൽ ആ ചേട്ടനും ചേച്ചിയും കൂടി ഇവർ വരുന്നത് കാത്തിരിക്കുക. കുട്ടികൾ വന്നില്ലല്ലോ എലിസബത്തെ എന്നും പറഞ്ഞ്. എന്തൊരു കഷ്ടം എൻ്റെ ദാമേട്ട ഇത്. ഒരു തെറ്റും ചെയ്യാതെ വയറ്റിലൊരു കുഞ്ഞുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആദർശം നയനയും കൂടി അങ്ങോട്ടേക്ക് വന്നു. അവരെ കണ്ടപ്പോഴാണ് ഇവർക്കൊന്ന് ശ്വാസം നേരെ വീണത്. ഓടി ഇറങ്ങി ചെന്നു. ജാമ്യം കിട്ടിയോ സാറേ എന്ന് ചോദിച്ചവർ ചെന്നപ്പം ജാമ്യമല്ല, നിരുപാധികം വിട്ടയച്ചു എന്ന് പറഞ്ഞു. അപ്പം കർത്താവിന് സ്തുതി, ഞങ്ങൾ എത്ര നേരം പ്രാർത്ഥനയോട് കാത്തിരിക്കുകയായിരുന്നു എന്ന് ആ ചേച്ചി ഇങ്ങനെ പറയും. അപ്പം നയനയ്ക്ക് ആദർശനും ഭയങ്കര ഒരു സന്തോഷം. മോൾക്ക് നല്ല ക്ഷീണം കാണും, ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയില്ലെന്നല്ലേ സാറ് പറഞ്ഞത്, കുറച്ച് റെസ്റ്റ് എടുക്കുമോളെ എന്നാൽ ചേച്ചി ഇങ്ങനെ നയനോട് പറയണു. നയന വന്നേന്നും പറഞ്ഞ് ആദർശം നയനയും കൂടെ അകത്തേക്ക് കയറി ചെന്നു. നയനെ ആകെ തളർന്നിരിക്കുക കേട്ടോ, തീരെ അവശതയാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നയനയും ആദർശവും കൂടി ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. ആദർശേട്ടാന്നും പറഞ്ഞുകൊണ്ട് നയന ആദർശിൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് കിടന്നു. ഇത്രയും നേരം സങ്കടം അടക്കിപ്പിടിച്ച് നടക്കുകയായിരുന്നു ഞാനെന്ന് ആദർശ നയനയോട് പറയാം. ഇന്നലെ രാത്രിയെ ഒരുപക്ഷെ നീ അനുഭവിച്ചതിനേക്കാളും 1000 മടങ്ങ് വേദനയാണ് ഞാൻ അനുഭവിച്ചതെന്ന് പറയുമ്പോൾ എനിക്കത് അറിയാം ആദർശേട്ടാ. പിന്നെ ആദർശേട്ടനും ആ കാറിലുണ്ടോ എന്ന് പറയും എന്നായിരുന്നു എൻ്റെ പേടി. അതെന്തായാലും പറയാതിരുന്നത് ഭാഗ്യമായെന്ന് പറഞ്ഞു. പക്ഷെ നവീൻ കോടതിയിൽ ഹാജരാക്കിയ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ചാണ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന കാര്യം പറയുമ്പം ഇനി അതിൽ കാര്യമില്ലല്ലോ ആദർശേട്ടാ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയ സമയത്ത് അജ്ഞാതരായ 2 പേര് കാറിൻ്റെ ഡിക്കിയിൽ സ്വർണം വെക്കുന്നത് കോടതിയിൽ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി മുഴുവനും നന്ദുവും നവീനും തമ്മിൽ കേസിനെക്കുറിച്ചുള്ള ഡിസ്കഷനിലായിരുന്നു എന്നും അങ്ങനെ അവർക്ക് കിട്ടേണ്ട സുപ്രധാന തെളിവുകളൊക്കെ കിട്ടിയില്ലേ, അതാണ് രക്ഷയായതെന്ന കാര്യവും പറയണം. ഇനി ആദർശേട്ടൻ്റെ അമ്മയൊന്ന് വിളിക്കണം, പറ്റുമെങ്കിൽ ഒന്ന് കാണണമെന്നും നൈന പറയുക. അമ്മ അത്രത്തോളം വേദനിച്ചതാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നിന്നെ വെറുതെ വിട്ട കാര്യം അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞുവെന്നും നീ ഇപ്പോൾ എലിസബത്ത് ആൻറ്റി പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്കും, പോയി വിശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ആദർശ നൈനെ വിശ്രമിക്കാൻ പറഞ്ഞു വിട്ടു. തൊട്ടടുത്ത നിമിഷം നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ വരും, ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്കല്ല കൺഗ്രാറ്റ്സ് പറയേണ്ടത് നവീനേട്ടനോടാണെന്ന് നന്ദു അനിയോട് പറയണു. അപ്പോൾ അല്ല നീയും തെളിവ് ശേഖരിച്ചു കൊടുത്തത് കൊണ്ടല്ലേ അവന് കോടതിയിൽ തകർക്കാൻ കഴിഞ്ഞതെന്ന് അനി ചോദിക്കുക. ആ തെളിവുകളൊക്കെ ശേഖരിക്കാനേ നവീനേട്ടൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് നന്ദു പറയുമ്പോഴത്തേക്കും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ 2 പേരും കൂടി എല്ലായിടത്തും ഒരുമിച്ച് പോയതെന്നൊക്കെ നന്ദു പറയുവാണ്. പിന്നെ കേസിനെക്കുറിച്ച് ദീർഘനേരം സംസാരിച്ചതുമായിരുന്നു. അതൊക്കെ പോരാഞ്ഞിട്ട് ഇന്ന് ആ CIയെ കോടതിയിലിട്ട് കൊടയുകയും ചെയ്തെന്നും നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞപ്പം മൊത്തത്തിൽ നവീൻ്റെ പ്രകടനം നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ എന്ന് ചോദിച്ചു അനി. അത് പിന്നെ ആർക്കാടാ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? നീ ഏട്ടനോടും നയനേച്ചോടും വിളിച്ച് ചോദിച്ചു നോക്ക്. നവീൻ ഏട്ടൻ അവിടെ പൊളിച്ചടുക്കുകയായിരുന്നു.
അന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിച്ചതുപോലെ തന്നെയാണ് ഇത്തവണയും നവീനേട്ടൻ കോടതിയിൽ പെർഫോം ചെയ്തതെന്ന കാര്യവും പറഞ്ഞു. എന്നിട്ട് നീ നവീനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. വിളിക്കണം, വിളിച്ചത് അഭിനന്ദിക്കണം. ഞാൻ പിന്നെ ഇന്നലെ രാത്രി വിളിച്ച് ഈ കേസ് എങ്ങനെയും ജയിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ ജാമ്യം കിട്ടുക മാത്രമല്ല നിരുപാധികം ചേച്ചി വിട്ടയക്കുകയും ചെയ്തു എന്ന് നന്ദു. നവീനേട്ടൻ പോളിയാടാ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പം എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോൾ ഏത് കേസ് വന്നാലും പുള്ളിക്കാരനെ വിശ്വസിച്ച് അങ്ങ് ഏൽപ്പിക്കാം. അതങ്ങ് 100% സത്യസന്ധമായിട്ട് ഏറ്റെടുക്കും നമ്മുടെ വക്കീലെന്നും നന്ദു ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഈ കേസിന് ഫീസും വാങ്ങിച്ചിട്ടില്ല, എത്ര നിർബന്ധിച്ചിട്ടും വേണ്ടെന്നാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പം ശരിയടി, എന്തായാലും നയനേട്ടത്തി രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ വലിയ ആശ്വാസമാണെന്ന് അനി പറയുമ്പം ശരിയെന്ന് പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു. ഈശ്വര, അവനാണെ വല്ലാണ്ട് നന്ദുവിനെ അങ്ങോട്ട് ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അനി എന്നിട്ട് അവിടെ നിന്ന് സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കനകയും ഗോവിന്ദേട്ടനും കൂടെ ഇപ്പോഴാ ശ്വാസം നേരെ വീണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നവീനോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികം ആവില്ല എന്നും പറഞ്ഞു. അപ്പോൾ മോളെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ജയിലിലേക്ക് കൊണ്ടുപോകുമല്ലോ, അത് കാണാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകാതിരുന്നെന്ന് കനക പറയുമ്പോൾ അതുകൊണ്ടല്ലേ ഞാനും പോകാതിരുന്നെന്ന് ഗോവിന്ദേട്ടൻ. എന്നാൽ ഇപ്പോഴത്തെ മോളുടെ അവസ്ഥയിൽ ഒരു ദിവസം ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ സങ്കടത്തോടെ പറയുമ്പം നന്ദു അവിടെ ഇല്ലായിരുന്നെങ്കിൽ വിഷമിച്ച് പോയതിന് ഗോവിന്ദേട്ടൻ നമ്മൾ. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നു ഗോവിന്ദേട്ടൻ വേഗം തന്നെ ഫോൺ എടുത്തു. നവ്യയുടെ കോളാണ് വരുന്നത്, നവ്യ എടുത്തത്. അപ്പോൾ നവ്യ അടിയിലൂടെ സഹായിച്ചിട്ട് പുറമെ എല്ലാവരുടെ മുന്നിൽ പരിക്കും സ്വഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക. മോളെ കോടതി വെറുതെ വിട്ടതിൻ്റെ സന്തോഷത്തിലായിരിക്കുമല്ലോ ഇപ്പം അച്ഛനും അമ്മയും അല്ലേ? അപ്പം നിങ്ങളുടെ ആ സന്തോഷം ചെറുതായിട്ടൊന്ന് തല്ലിക്കെടുത്താന്ന് കരുതിയെന്ന് നവ്യ. അപ്പോൾ എന്താ നിനക്കിപ്പോൾ വേണ്ടത്? അപ്പോൾ വേറൊന്നുമല്ല, അതെ അഭി AN ജ്വല്ലറി മാനേജറായിട്ട് ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ കള്ളക്കഥകൾ ഓരോന്നായി അമ്മ എന്നോട് വന്ന് പറഞ്ഞത് എന്ന് നവ്യ അച്ഛനോട് ചോദിക്കുക. എന്നാ കേട്ടോ, നാളെ ആ ദിവസമാണ് എൻ്റെ അഭി AN ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം എന്ന് പറയുമ്പോൾ നല്ല കാര്യമെന്ന് പറഞ്ഞ അച്ഛൻ. ഇതുപോലെയുള്ള നല്ല നല്ല വാർത്തകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അഹങ്കാരിയും കൂടി ഇവിടെ വരുമായിരുന്നല്ലോ എന്ന് നവ്യ പറയുക കേട്ടോ ഇവരോട്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയൊക്കെ ചെയ്യുന്നത് അധികപ്പറ്റാണല്ലേ ചോദിക്കും. ഉറപ്പായിട്ടും എന്ന് അച്ഛൻ നവ്യയോട് പറയണു. പിന്നെ അവൻ അർഹിക്കാത്ത സ്ഥാനമാണ് അവന് കിട്ടിയിരിക്കുന്നതെന്ന് അച്ഛൻ നവ്യയോട് പറഞ്ഞു. അവൻ എവിടെ പോയാലും അവനും നന്നാവില്ല, അവനെ സഹായിക്കുന്നവരും നന്നാവില്ല എന്നും പറഞ്ഞതേ ഫോണും അങ്ങ് കട്ട് ചെയ്തു. നവ്യ അന്തം വിട്ടുപോയി. അപ്പം നാളെ അവൻ AN ജ്വല്ലറിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവൾ വിളിച്ചതാണെന്ന് പറഞ്ഞു കനകയോട് ഗോവിന്ദേട്ടൻ. അതിന് ഇവിടെയുള്ളവർ എന്ത് വേണമെന്ന് കനക തിരിച്ചു ചോദിച്ചു. അതെന്തിനാ അവൾ ഇവിടെ വിളിച്ചു പറഞ്ഞത്? അപ്പം മനഃപൂർവ്വം നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും നീ പോയൊരു സത്യം പറഞ്ഞിട്ടും അവൾ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ എന്ന് കനകയോട് ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയുന്നു. അവനെ അവളെയും പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ളക്കഥ പറഞ്ഞതാണെന്നല്ലേ അവൾ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദേട്ടാ ഇനിയിപ്പോൾ അവളുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അവൾ അവളുടെ ഭാവി തന്നെയാണ് ഇല്ലാണ്ടാക്കുന്നതെന്ന് പറയുമ്പം ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അന്ന് നയനയും ആദർശം തമ്മിലുള്ള കല്യാണ ദിവസം അവൾ നമ്മുടെ ജീവൻ എടുത്തതാണെന്നും ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു. ഇനി അതുകൊണ്ട് മൂത്ത മകളാണെങ്കിലും അവളെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയേ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഗോവിന്ദേട്ടാ, അല്ലെങ്കിൽ അവളെപ്പറ്റി എന്തിനാ ചിന്തിക്കുന്നത്? അവൾ പറയുന്നത് അവളെ നമ്മൾ ദത്തെടുത്തതാണെന്നല്ലേ, അവൾ നമ്മുടെ മകളല്ല എന്നൊക്കെയല്ലേ പറയുന്നത്. വല്ലാത്തൊരു ജന്മം തന്നെയാണ് അവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നവ്യയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം. നവ്യ ഇങ്ങനെ സംശയിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. ടാറ്റാ.